വണ്ടിപ്പെരിയാറിൽ നാട്ടുകാർ കണ്ടെത്തിയ കടുവയെ പിടിച്ച് ചികിത്സിക്കാൻ അതിനുള്ള അങ്ങനെ ആക്ഷേപം വന്നപ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കാര്യക്ഷമമായ പരിശോധന അതിനെ കണ്ടെത്തുകയും കടുവ അവശനിലയിലാണ് എന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തു. അവശനിലയിൽ മാത്രമല്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ആ കടുവക്കുള്ളതെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. അങ്ങനെയുള്ളൊരു കടുവയെ മയക്കുവെടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂട് വെച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. പക്ഷേ ഇതുവരെയായിട്ടും ആ പ്രക്രിയ പുരോഗമിച്ചിട്ടില്ല, ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ആ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ 2 ദൗത്യങ്ങൾ ഒരേ സമയം നമുക്ക് വനംവകുപ്പിൽ നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. ഒന്ന്, വന്യജീവിയെ സംരക്ഷിക്കുകയും മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യുന്ന 2 ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു സംഘർഷമുണ്ട്, മാനസിക സംഘർഷമുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. ആ പ്രദേശത്ത് അപകടമുണ്ടാക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കഴിയുന്നതും വേഗം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയണമെന്ന നിലയിലാണ് ഇപ്പോൾ ആലോചനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? നിലവിൽ അല്ല, പുതിയതൊന്നുമില്ല. പൗരാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ഹൈ റിസ്ക്കാണ്. പക്ഷേ റിസ്ക്കും നാട്ടുകാരുടെ പ്രശ്നം രണ്ടും തമ്മിൽ, ജനങ്ങളും മൃഗവും തമ്മിലുള്ള ഏതിനാണ് എന്നതിൻ്റെ അകത്തൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഉത്കണ്ഠയുണ്ടല്ലോ. ഈ ഉത്കണ്ഠ ഇപ്പോൾ 1 ദിവസം 2 ദിവസമായി 3 ദിവസമായി കാത്തു നിൽക്കുന്നു. പക്ഷേ അതിന് പരിഹാരം കാണാൻ കഴിയാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ചക്കട്ടപ്പാറയിൽ പ്രതികരിച്ചാണ് ഇപ്പോൾ കിഫോ പോലുള്ള കർഷക സംഘടനകൾ ഇന്നവിടെ പ്രതിഷേധവും ആ പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണമൊക്കെ കൊടുക്കുന്നത് അനുമോദിക്കുന്നൊക്കെ ഉണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? തീരുമാനമായിട്ട് മുന്നോട്ട് പോവാണ്. അല്ല, അവർ ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. അത് നല്ല ചുവടുവെപ്പായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരള സർക്കാർ നിയമസഭയിൽ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടായിരിക്കും കോടതിയിൽ ചക്കട്ടപ്പാറ പഞ്ചായത്ത് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടായിരിക്കും നമ്മൾ സ്വീകരിക്കുക. കാരണം അതിലൊരു ഗവൺമെൻറ്റുമായിട്ട് പ്രതിഷേധത്തിനും തർക്കത്തിനും അത് വരുന്നത് കുറച്ചും കൂടി രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവരുടെ തീരുമാനത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അങ്ങനെ ചെയ്യാമോ ഇല്ല എന്നുള്ളതാണ്. അല്ല, ജനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതായാലും അവരത് മനസ്സിലാക്കിയിട്ട് നിയമത്തിൻ്റെ വഴിയെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിയെ പോകുമ്പോൾ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഇത്തരം വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ ഭരണഘടനാ നിയമ ഭേദഗതികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റും നിയമവഴിയിലേക്ക് പോകാനുള്ള ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതും അതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു AK ശശീന്ദ്രൻ പ്രതികരിച്ചത്.